ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് കുറച്ച് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് റൂമെല്ലാം ഇങ്ങനെ ഒതുക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ആൽബം കണ്ടു. ഒരു ആൽബം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടി മാത്രം ഫൈറ്റ് ചെയ്ത് ഇതിനകത്തുള്ളൊരു വ്യക്തി, ഇതൊരു വ്യക്തിയല്ല, ഇത് ഒരാത്മാവെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരായുഷ്കാലം മൊത്തം മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച് വന്ന പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്ത് വെല്ലുവിളികളെയെല്ലാം നേരിട്ട് അതുപോലെ തന്നെ ജീവിതത്തിനോട് വളരെയധികം ഫൈറ്റ് ചെയ്ത അവസാനം തോറ്റുപോയ, സ്വന്തം ജീവിതം ജീവിക്കാൻ മറന്നുപോയ ഒരു പോരാളിയെക്കുറിച്ചാണ്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ ചെയ്യാനുണ്ടായൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഫോണൊക്കെ എടുക്കുമ്പോഴത്തേക്കിനും പത്രത്തിനകത്തെല്ലാം കാണുന്നത് വലിയ വലിയ സ്ത്രീധനങ്ങൾ കൊടുത്ത് കെട്ടിച്ച് വിട്ട് ആർഭാടത്തിൽ കല്യാണം കഴിപ്പിച്ച് വിട്ട ഒരുപാട് സഹോദരിമാർ ഗാർഹിക പീഡനം മൂലം സൂയിസൈഡ് ചെയ്തു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു എന്നൊരു ന്യൂസ് കണ്ടു. അപ്പോൾ ഒരടുപ്പിച്ചൊരു 3-4 ദിവസമായിട്ട് ആ വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഒരിക്കലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഇത് നമ്മൾ ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുന്നൊരു എന്താ പറയുന്നൊരു അഭിപ്രായമല്ല, ഒരു എന്താ പറയുന്നത്, എപ്പോഴും എല്ലാവരും പറഞ്ഞ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു വാല്യബിൾ പോയിൻ്റാണ്. ആത്മഹത്യ ഒന്നിനും ഒരു സൊല്യൂഷനല്ല. പക്ഷേ ഒരു മനുഷ്യൻ നിസ്സഹായനായി പോകുമ്പോഴാണ്, അല്ലെങ്കിൽ അയാൾക്കിനി സപ്പോർട്ടൊന്നുമില്ല, അയാൾക്കിനി ആരും കേൾക്കാനില്ല, അയാൾക്കിനി വയ്യ, ജീവിതം മടുത്തു എന്നൊരു സ്റ്റേജ് വരുമ്പോഴാണ് നമ്മൾ ആ ഒരു ഫൈനൽ രക്ഷപ്പെടൽ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഫൈനൽ എസ്കേപ്പായിട്ടുള്ളൊരു വഴിയായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ ഇങ്ങനെ ചെയ്തു, നമ്മൾ മരിച്ചു. പക്ഷേ ഈ മരിച്ചതിന് ശേഷവും നമ്മുടെ പ്രശ്നം അവിടെ കൊണ്ട് തീർന്നു. അതേസമയം നമ്മളെ വളർത്തി വലുതാക്കി ഒരു വിവാഹപ്രായം വരെ നമ്മളെ നോക്കി ആ വിവാഹപ്രായമായ സമയത്ത് നമ്മളെ കെട്ടിച്ചയച്ച നമ്മുടെ മാതാപിതാക്കൾ, അവരല്ലേ അതിനുശേഷം ചൂഷണം ചെയ്യപ്പെടുന്നത്. സമൂഹമാണെങ്കിലും പിന്നീട് വിരൽ ചൂണ്ടുന്ന അവരുടെ നേരെയല്ലേ. കാരണം അവരുടെ ഒരു സപ്പോർട്ടില്ലാതെ വന്നപ്പോഴാണ് ആ കുട്ടി അത് ചെയ്തത്. അയ്യോ, എന്ത് മാതാപിതാക്കളാ, അവരെ കൊച്ചിൻ്റെ കാര്യമൊന്നും അന്വേഷിച്ചില്ലല്ലോ, അതിത്രയേറെ ബുദ്ധിമുട്ട് അവിടെ അനുഭവിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ അവിടെ നടന്നതിൻ്റെ 1% മാത്രമേ നമ്മൾ നമ്മുടെ വീട്ടിൽ പറഞ്ഞിട്ടുള്ളായിരിക്കും, അല്ലേ? ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല, ഇപ്പോഴും ഇതൊക്കെ അനുഭവിച്ചിരിക്കുന്ന ആൾക്കാരുടെ അടുത്തും കൂടിയാണ് ഞാനിത് പറയുന്നത്. കാരണം വിട്ടുപോയവരിൽ നമ്മളെ ഒരിക്കലും ഇത് കേൾക്കത്തില്ല. അവരവരുടേതായ രക്ഷപ്പെടൽ തിരഞ്ഞെടുത്തു. പക്ഷെ അവർ അങ്ങേയറ്റം സഹിച്ചിട്ടാണ് അവരതങ്ങനെ ചെയ്തത്. പക്ഷെ ഒരു നിമിഷം നമ്മൾ നമ്മുടെ വീട്ടുകാരെക്കുറിച്ച്, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച് ആലോചിക്കുമായിരുന്നെങ്കിൽ ഒരിക്കലും നമുക്കിങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ 9 വർഷം സ്നേഹിച്ച, 9 വർഷം ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ ഉപേക്ഷിച്ച് പോയ സമയത്ത് ഞാനും ചിന്തിച്ചു, ആത്മഹത്യ ചെയ്യാൻ ഞാൻ ചിന്തിച്ചു. ഞാൻ എലിവിഷം ഒക്കെ ജ്യൂസിനകത്ത് മിക്സ് ചെയ്ത് കഴിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു, അയ്യോ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരിമാർ. കാരണം ഞാൻ ജനിക്കുന്ന സമയത്ത്, ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിലുണ്ടായ സമയത്ത് ഡോക്ടർമാർ പറഞ്ഞു ഒരിക്കലും കിട്ടത്തില്ല. കാരണം അമ്മയ്ക്ക് ഓൾറെഡി ഒരുപാട് അസുഖങ്ങളുണ്ടായിരുന്നു, TB, ന്യൂമോണിയ, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാനും അമ്മയ്ക്ക് വയറ്റിൽ ഞാൻ ആവുന്നത്. അപ്പോൾ ആ സമയത്ത് ഡോക്ടർമാർ പറഞ്ഞു കുഞ്ഞിനെ കിട്ടത്തില്ല, കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടായിരിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞു എന്താണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം, ഒരിക്കലും കുഞ്ഞിനെ കളയത്തില്ല, അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ പറഞ്ഞു, അല്ലെങ്കിൽ അമ്മയുടെ ജീവൻ ആപത്താന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞില്ല, ഞാൻ അബോർഷൻ ഒരിക്കലും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും നമുക്കത് നേരിടാമെന്ന് പറഞ്ഞു. അങ്ങനെ
1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു. അതിനിടയ്ക്ക് അച്ഛൻ മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ പുള്ളി ഇതുപോലെ വഴക്കൊക്കെ വീട്ടിലുണ്ടാക്കുന്ന സമയമായിരുന്നു. ഒരു വട്ടം ഞാൻ വയറ്റിലായ സമയത്ത് 8 മാസം എൻ്റെ അമ്മ എന്നെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് വഴക്കുണ്ടാക്കി അമ്മയുടെ വയറിലിട്ടൊക്കെ തൊഴിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അപ്പോഴെല്ലാം എൻ്റെ അമ്മ സ്ട്രഗിൾ ചെയ്തു. അങ്ങനെ ഞാനുണ്ടായിക്കഴിഞ്ഞ് അമ്മ ഒരു നിത്യരോഗിയായി. അതായത് അമ്മയ്ക്ക് ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. നമ്മുടെ വാൽവ് 3 ചുരുങ്ങുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കിനും ഒരുപാട് രോഗിയായി, നല്ല രീതിയിൽ രോഗിയായി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, കാരണം ആ സമയത്ത് അമ്മയ്ക്ക് അമ്മയുടെ ആരോഗ്യം നോക്കി എന്നെ വേണമെങ്കിൽ അബോർഷൻ ചെയ്യാമായിരുന്നു. പക്ഷെ അമ്മ അത് ചെയ്തില്ല. അമ്മ എൻ്റെ കുഞ്ഞ് എന്നൊരിതിൽ അമ്മ എന്നെ മാത്രം അപ്പോൾ ചിന്തിച്ചു. അപ്പോൾ ഞാൻ ആ സമയത്ത് എൻ്റെ അമ്മയുടെ കാര്യമൊക്കെ ഓർത്തതിന് ഞാൻ വിചാരിച്ചു, വേണ്ട, അപ്പോൾ ഇതിന് വേണ്ട, എൻ്റെ അമ്മയ്ക്ക് ആരെങ്കിലും ഉണ്ടായി പോകുമല്ലോ എന്ന് കരുതി ആ ജ്യൂസ് ഞാൻ അവിടെ കളഞ്ഞിട്ട് വീട്ടിൽ വന്നു. അതിന് ഒത്തിരി സ്ട്രഗിൾ ചെയ്തു അതിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടി. അങ്ങനെ പുറത്ത് വന്നു. എല്ലാം കഴിഞ്ഞ് ഞാനും മറ്റുള്ളവരൊക്കെ ഞാനും ജീവിക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ അന്ന് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് ഞാനത് ചെയ്യുമായിരുന്നെങ്കിൽ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം വെറുതെ ആയേനെ. ഇന്ന് ഈ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ അടുത്ത് ചെയ്യാൻ ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിപ്പേ ഉണ്ടാവത്തില്ലായിരുന്നു. അപ്പം നമ്മൾ നമ്മുടെ വീട്ടുകാരെക്കുറിച്ച് ഒരു നിമിഷം ആലോചിക്കുക. കാരണം നമ്മൾ പോയാൽ പിന്നീട് നേരെ വിരൽ ചൂണ്ടുന്നത്, കാരണം നമ്മൾ പോയി, ഇനി അവർക്ക് ചോദിക്കാനും നിന്നക്കാനും വേറെ ആരുമില്ല. അപ്പം ഈ ലോകം, ഈ സമൂഹം വിരൽ ചൂണ്ടുന്നത് പിന്നെ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും നമ്മുടെ വീട്ടുകാരുടെ അടുത്തായിരിക്കും. അതുകൊണ്ട് ഇനിയും ഇതുപോലെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നമ്മുടെ കുടുംബത്തിനോട് ഷെയർ ചെയ്യുക. ഇനി കുടുംബത്തിനോട് അല്ലാതെ നമ്മുടെ വീട്ടുകാരോട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ സമൂഹത്തിൽ പല ടൈപ്പിലുള്ള ആൾക്കാരുണ്ടായിരിക്കും. എൻ്റെ അമ്മ 100-ൽ 50% എൻ്റെ അമ്മയെപ്പോലുള്ള ആൾക്കാർ ചിന്തിക്കത്തുള്ളൂ. കാരണം നമ്മൾ ഇഷ്ടംകൂട്ട് വാർത്തകൾ കാണുന്നു. ശരണ്യ എന്ന് പറഞ്ഞൊരു വ്യക്തി കുഞ്ഞിനെ കടൽ സൈഡിലിട്ടിരിക്കുന്ന കല്ലിനകത്ത് എറിഞ്ഞു കൊന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ കായലിൽ എറിഞ്ഞു കൊല്ലുന്ന അമ്മമാരുണ്ട്. അങ്ങനത്തെ അമ്മമാരുണ്ട് ഈ ലോകത്ത്. അതുപോലെ തന്നെ സ്വന്തം കുഞ്ഞുങ്ങളെ, നമ്മൾ ജീവൻ നൽകിയ നമ്മുടെ കുഞ്ഞുങ്ങളെ കാമപരിയോടെ നോക്കുന്ന അച്ഛന്മാരുമുണ്ട് ഈ ലോകത്ത്. പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മക്കളെ പൊന്നുപോലെ നോക്കുന്ന അമ്മമാരുമുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അവരുടെ അടുത്ത് ഷെയർ ചെയ്യുക. അവരത് കേൾക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ വീണ്ടും ഇതിനൊരു സൊല്യൂഷൻ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ നമ്മൾ സ്വയം നമ്മളെക്കുറിച്ച് ചിന്തിക്കുക. അത് നമ്മൾ നമ്മുടെ കുടുംബത്തെ ചിന്തിച്ചു, അവർ നമ്മുടെ കൂടെ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ചിന്തിക്കുക. നമുക്ക് ജീവിക്കണം. നമ്മളെ തള്ളിക്കളഞ്ഞ വീട്ടുകാരുടെ മുന്നിലും അതുപോലെ തന്നെ നമ്മളെ കഷ്ടപ്പെടുത്തുന്ന ഇവരുടെ ഈ ഭർത്താവിൻ്റെ മുന്നിൽ നമുക്ക് ജീവിക്കണം എന്നൊരു മൈൻഡ് നമ്മൾ കൊണ്ടുവരിക. അവിടെ നിന്ന് പിന്നെ നമ്മൾ ഫൈറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ ബെനിഫിറ്റ് ദൈവം തരും. എൻ്റെ അമ്മ അതുപോലെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ 4 കുട്ടികളും 4 വ്യത്യസ്ത ഇടങ്ങളിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. 3 ചേച്ചിമാരെയും കല്യാണം കഴിഞ്ഞു, 3 പേർക്കും മക്കളുണ്ട്, അവരെല്ലാം സന്തോഷത്തോടെ ഇരിക്കുന്നു. അതുപോലെ ഞാനും ഹാപ്പിയാണ്, എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊരു ജോലിയുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതം മാറും, ഉറപ്പായിട്ടും മാറും. നമ്മൾ കഠിനാധ്വാനം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും മാറും. അതുകൊണ്ട് എപ്പോഴും ചിന്തിക്കുക, ഒരിക്കലും ആത്മഹത്യ ഒരു നല്ല തീരുമാനമല്ല. നമ്മളതൊരിക്കലും ചിന്തിക്കരുത്. അതൊരിക്കലും ഒരു രക്ഷപ്പെടലല്ല, അതൊരു ഒളിച്ചോട്ടമാണ്. അതിനെ നമ്മൾ ആ ഒരു പ്രതിസന്ധിയെ നമ്മൾ ധൈര്യത്തോടെ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഫലം നമുക്ക് കിട്ടും. നമ്മൾ അതുവരെ അനുഭവിച്ച കൈപ്പേറിയ അനുഭവങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു മധുരമായിരിക്കും നമുക്ക് പിന്നീട് കൈവരിക്കുന്നത്. ഇനി എൻ്റെ സഹോദരിമാർ ഇതുപോലെ വീർപ്പുമുട്ടലും ബുദ്ധിമുട്ടുകളും കുറ്റവാക്കുകളും അനുഭവിക്കുന്ന ഒരുപാട് പേര് സമൂഹത്തിലുണ്ട്. അവർക്കൊക്കെ അല്ലെങ്കിൽ തോറ്റുപോയി ഇനി മരണം മാത്രമേ ഉള്ളൊരു പോംവഴി എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന
ആർക്കെങ്കിലും ഒരാൾക്ക് എൻ്റെ ഈ ഒരു വാക്ക് എന്തെങ്കിലും ഒരു പ്രചോദനമേകുമെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ ജീവിതത്തിൽ ഓരോ വെല്ലുവിളികളും ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിനൊരു പരിഹാരം ദൈവത്തിന്. കാരണം ഒന്നുമില്ലാതിരുന്ന് നിന്ന് ഞങ്ങൾ ഉയർന്നു വന്നത്. കാരണം ഞങ്ങൾക്ക് ഒരു നേരം നല്ലൊരു ആഹാരം പോലും കഴിക്കാനില്ലാണ്ട് കപ്പളങ്ങ, നമ്മുടെ ഓമയ്ക്ക പുഴുങ്ങി നമ്മൾ കഴിച്ചിട്ടുണ്ട്, മുളക് പൊടി മാത്രം ചാലിച്ച്. സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകാൻ ചെരുപ്പില്ലാത്തത് കാരണം ഈ വള്ളി മാറ്റിയിടുന്ന ചെരുപ്പ്, അതിൻ്റെ വള്ളി മാറ്റാൻ പൈസ ഇല്ലാതെ വരുമ്പോൾ സെറ്റിപ്പം കുത്തിപ്പോയിട്ടുണ്ട്. എൻ്റെ ചേച്ചിമാരൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു യൂണിഫോം ഇട്ട് 3 വർഷം, 8, 9, 10 3 വർഷം പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കാരണം നമ്മുടെ ഭർത്താക്കന്മാർ ചോദിക്കുന്ന അത്രയും വലിയൊരു എമൗണ്ട് സ്ത്രീധനം കൊടുത്തിട്ടാണ് നിങ്ങളെ കെട്ടിച്ച് വിടുന്നത്. ആ കെട്ടിച്ച് വിടുന്ന ഒരു എമൗണ്ടിൻ്റെ പകുതി മതി നമുക്ക് നല്ല സ്വന്തമായിട്ട് ജീവിക്കാൻ. ഭർത്താവ് ഉപേക്ഷിച്ച് കഴിയുമ്പോൾ കോടതിയിൽ പോയി ഒരു കേസ് ഫയൽ ചെയ്യുക. നമ്മുടെ വീട്ടുകാർ എന്താണ് അവർക്ക് കൊടുത്തത് അത് നമുക്ക് തരാൻ പറയുക. ഉറപ്പായിട്ടും കോടതി അത് നൽകും. കാരണം നമുക്ക് ജീവാംശം വേണ്ടതാണ്. നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടേണ്ടതാണത്. കോടതി നിയമം എല്ലാം നമുക്ക് സപ്പോർട്ടാണ്. ഗാർഹിക പീഡനം അനുഭവിക്കുന്ന സ്ത്രീകളെ നമ്മുടെ നിയമം ചേർത്ത് വയ്ക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത്? ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്. കേരളത്തിൽ 100% സാക്ഷരതയിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇത്രയൊക്കെ പഠിപ്പും ബുദ്ധിയും ഒക്കെ ഉണ്ടായിട്ടും ആ ഒരു കാര്യം വരുമ്പോൾ മാത്രം നമ്മൾ സ്ത്രീകൾ ഒരുപാട് പുറകോട്ട് ചിന്തിക്കും. നമ്മുടെ സ്ത്രീകൾ ഏതിടങ്ങളിലാണ് ഉയരങ്ങളിലെത്താത്ത, എല്ലാ ഇടങ്ങളിലും നമ്മുടെ വ്യക്തിമുദ്ര നമ്മൾ പതിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തേക്കിന് ഇവിടെയാണ് നമ്മൾ തോറ്റുപോകുന്നത്. ജീവിതത്തെ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അമ്മ, എൻ്റെ പോരാളി. 4ാമത്തെ ആളും കൂടി ഉപേക്ഷിച്ച് കഴിഞ്ഞ് പൂർണ്ണമായിട്ട് അച്ഛൻ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും 4 പെൺകുട്ടികളെയും കൊണ്ട് എൻ്റെ അമ്മ ഒറ്റയ്ക്കാണ് ഫൈറ്റ് ചെയ്ത് വന്നത്. അവസാനം ക്യാൻസർ എന്ന മഹാമാരിയോട് അമ്മ കീഴടങ്ങി ഈ ലോകത്തിനോട് വിട പറയുന്ന സമയത്തും എൻ്റെ അമ്മയ്ക്ക് സന്തോഷമുണ്ടായിരുന്നു. കാരണം 4 പേരെ 4 അമ്മ ഭദ്രമാക്കി. അതുകൊണ്ട് തോറ്റുപോകാതിരിക്കുക, ഭീരുക്കൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാതിരിക്കുക, ഫൈറ്റ് ചെയ്യുക, വെല്ലുവിളികളെ നേരിടുക, പ്രതിസന്ധികളെ തരണം ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾ മുന്നേറും. നിങ്ങളെ ആരും ഒറ്റപ്പെടുത്തത്തില്ല. ഒരു പെണ്ണിന് തന്നെ ജീവിക്കുമെന്ന് പറഞ്ഞ ലോകത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ആരും നിങ്ങളുടെ തല വെട്ടത്തില്ല. നമുക്ക് ഉറപ്പായിട്ടും ജയിക്കാൻ പറ്റും. എൻ്റെ പോരാളി. ഇതാണ് എൻ്റെ പോരാളി. അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ നിങ്ങളിൽ നകന്നു പോയെങ്കിലും എൻ്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉറപ്പായിട്ടും വീണ്ടും കണ്ടുമുട്ടും ഞങ്ങൾ. അപ്പം ജീവിതത്തോട് എൻ്റെ അമ്മ ഫൈറ്റ് ചെയ്തതുപോലെ ഞാനും ഫൈറ്റ് ചെയ്ത് തോറ്റുപോയെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങൾ ഉയർന്നു വന്നതുപോലെ എൻ്റെ സഹോദരിമാരായ നിങ്ങൾ ഉയർന്നു വരണം. ഇനിയും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഇതുപോലെ പീഡനങ്ങളും എല്ലാം അനുഭവിക്കുന്ന എൻ്റെ എല്ലാ സഹോദരിമാരോടും ഞാൻ പറയുന്നു, തോറ്റു പോകരുത്. ഒരു പുരുഷൻ കഴുത്തിൽ കെട്ടിയ താലി നമുക്കതൊരു പാമ്പിനെ പോലെ കഴുത്തിൽ ചുറ്റി വരയുമ്പോൾ പൊട്ടിച്ചെറിയണം. എത്ര വലിയ പ്രതിസന്ധിയിലായാലും പൊട്ടിച്ചെറിഞ്ഞ് ഒറ്റയ്ക്ക് നിന്ന് പൊരുതാൻ പഠിക്കണം. അല്ലാതെ കയറിൽ കുരുക്കിടുകയല്ല വേണ്ടേ. മുറുകുന്ന കുരുക്ക് നമ്മൾ വലിച്ച് പൊട്ടിക്കാൻ പഠിക്കണം. എല്ലാവർക്കും നല്ലത് ചിന്തിക്കാൻ അവസരം ഉണ്ടാവട്ടെ എന്ന്